ഹലോ, അസ്സാം വലൈക്കും. ജേഷ ഡിസൈൻസ്. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വെൽവെറ്റിൻ്റെ ഒരു ഫ്രോക്കാണ്. 3 വയസ്സായ ഒരു ബേബിക്ക് സിമ്പിളായിട്ട്, വലിയ വർക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്യുമ്പോൾ ക്ലോത്ത് എത്ര ലെങ്ത്ത് വീതിയിലോ നോക്കിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് കസ്റ്റമർ തന്നിട്ടുള്ളത് ഒരു ഷാളാണ്. അപ്പോൾ അതിനനുസരിച്ച് എത്രത്തോളം എടുക്കാൻ പറ്റും, പ്ലീറ്റ് എത്ര ഇടാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ബോഡി പാർട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതാദ്യം കട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഫുൾ ലെങ്ത്ത്, വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരെ അടയാളപ്പെടുത്തിയിട്ട് അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ ഷോൾഡർ അടയാളപ്പെടുത്തുക, നെക്ക് അടയാളപ്പെടുത്തുക. ഇപ്പോൾ ഷോൾഡർ കട്ട് ചെയ്യാണ്. കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കട്ട് ചെയ്യുമ്പോൾ. അതാണ് 2 ഭാഗമാക്കിയിട്ട് കട്ട് ചെയ്തത്. ഫ്രണ്ട് പാർട്ട് കുറച്ച് അടിയിലേക്ക് ഇറക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ നെക്ക്. പിന്നെ അടിയിലെ ബോട്ടത്തിൻ്റെ ഭാഗം കട്ട് ചെയ്യാൻ പ്ലീറ്റ് ഇട്ട് കൊടുക്കാനുള്ള ഭാഗം എടുക്കുകയാണ്. വെറും സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് ഓൾ കാണിച്ചു തന്നെ കേട്ടോ. ഒന്നുമില്ല, നമ്മൾ പെറ്റിക്കോട്ടൊക്കെ യൂസ് ചെയ്യും പോലല്ലേ അതുപോലത്തെ ഒരു ഫ്രോക്ക് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നെക്കമലും വേസ്റ്റിൻ്റെ വിഡ്ത്തിൻ്റെ അവിടെ കുറച്ച് വൈറ്റ് സ്റ്റോണ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. സിമ്പിൾ ഡിസൈനാണ്. ഫുൾ ലെങ്ത്തൊക്കെ അടയാളപ്പെടുത്തിയിട്ട് പ്ലീറ്റ് ഇടാനുള്ള ഭാഗം നമ്മൾ ഡബിളായിട്ട് എടുക്കൂലേ, അങ്ങനെ എടുത്തിട്ട് പിന്നെ സ്ലീവ് കട്ട് ചെയ്യാണ്. സ്റ്റിച്ച് ചെയ്യണതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗം വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി ചെയ്യണത് ഷോൾഡർ തയ്ക്കുകയാണ്. രണ്ടും കൂടി കൂട്ടിയിട്ട് നെക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത് ക്രോസ് പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് അങ്ങനെ ചെയ്തേക്കാണ്. ബാക്ക് നെക്ക് ഒരു ഹുക്ക് വെച്ചിട്ട് അങ്ങനെ ചെയ്തേക്കാണ്. നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാണ്. ഷോൾഡർ അറ്റാച്ച് ചെയ്തു. ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യാനുള്ളത്. സ്ലീവിൻ്റെ നല്ല ഭാഗത്തേക്ക് വരച്ചിട്ട് സ്ലീവിൻ്റെ നല്ല ഭാഗവും ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും കൂടി ഒരുമിച്ച് നല്ല ഭാഗത്തേക്ക് ആക്കിയിട്ട് വെച്ചിട്ട് സെൻറ്ററിൽ നിന്ന് അടിച്ച് തുടങ്ങും. സെൻറ്ററിൽ നിന്ന് ഒരു ഭാഗം വരെ, പിന്നെ ആ തലഭാഗത്തു നിന്ന് പിന്നെ ഉള്ളിലോട്ടാക്കിയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കുക.
രണ്ട് സ്ലീവും കൂടി അങ്ങനെ ചെയ്യാം. രണ്ടാമത്തെ സ്ലീവാണ് ചെയ്യുന്നത്. നല്ല ഭാഗം കൂട്ടി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്ലീവ് അറ്റാച്ച് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ രണ്ട് തലഭാഗവും കൂടി മടക്കി തയ്ക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ രണ്ട് സ്ലീവിൻ്റെ തലഭാഗം മടക്കുക. സ്ലീവിൻ്റെ തലഭാഗം തയ്ച്ച് രണ്ട് ഭാഗം മടക്കിയിട്ട് തയ്ച്ച് രണ്ട് സ്ലീവും ഓക്കെ. ഇനി ചെയ്യാനുള്ളത് ഒരു വശം ബോഡി പാർട്ടിയുടെ ഒരു വശം കൂട്ടിയിട്ട് തയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇനി ചെയ്യുന്നത്. ഒരുപോലെ വെച്ചിട്ട് രണ്ട് ഭാഗം ഭാഗം കൂട്ടി ഷേപ്പ് ചെയ്യുക, ഒരു ഭാഗം മാത്രം. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തലഭാഗത്ത് എപ്പോഴും ഒരു കെട്ടിട്ട് കൊടുക്കണം. ഇനി പ്ലീറ്റ് ഇടുകയാണ്. അടിഭാഗത്തെ പ്ലീറ്റ് ഇടുകയാണ് ചെയ്യുന്നത്. അതിൽ കുറച്ച് ഭാഗം മിസ്സായിപ്പോയി. ബോഡി പാർട്ടിൻ്റെ നല്ല ഭാഗവും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൻ്റെ പീസിൻ്റെ നല്ല ഭാഗം കൂട്ടിയിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ട് ഉണ്ടാവുള്ളൂ. കസ്റ്റമർ ഒരു ഷാളാണ് തന്നിരുന്നത്, അതുകൊണ്ട് തന്നെ പ്ലീറ്റ് കുറച്ച് അധികം ഒന്നുമില്ല, ചെറുതായിട്ടുള്ളൂ കൊടുക്കാൻ പറ്റിയിട്ട്. ഇനി നമ്മൾ ബാക്കിൽ ബോ വെക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ്. അത് സ്റ്റിച്ച് ചെയ്യണ ഭാഗം കിട്ടിയിട്ടില്ല, വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഇനി ഫ്രോക്കിൻ്റെ രണ്ട് ഭാഗം കൂട്ടിയിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കറക്റ്റ് ലെവലനുസരിച്ച് പ്ലീറ്റ് ഇട്ട ഭാഗവും അടിവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. കുട്ടീൻ്റെ അളവ് വിടുത്ത് എത്രയെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ സീവ് അലവൻസ് ഇട്ടിട്ട് ആ കറക്റ്റ് ലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ഇതാണ് ഫൈനൽ ലുക്കായിട്ട് കാണുന്നത്. ഇതിൽ നമ്മൾ വെള്ള സ്റ്റോണ് പഞ്ച് ചെയ്ത് കൊടുത്തേക്കാണ്. സ്റ്റോൺസൊക്കെ കൊടുത്തേക്കാണ് നെക്കിൻ്റെ ഭാഗത്തും വേസ്റ്റിൻ്റെ ഭാഗത്തുമായിട്ട്. ഫൈനൽ ലുക്ക് കണ്ടാലോ.